ഇന്നത്തെ നമ്മുടെ സെഷൻ സമ്പന്നമാക്കാൻ വേണ്ടി നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള പ്രധാനമായിട്ടും 2 വിശിഷ്ട വ്യക്തികളാണ്. അതിൽ ഒന്ന് നമ്മുടെ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ മുനീബ് BH. അദ്ദേഹം സാബിക്കില് സ്റ്റാഫ് സയന്റിസ്റ്റും അതോടൊപ്പം തന്നെ റിയാദ് സിജി ചാപ്റ്ററിന്റെ നിലവിലെ ചെയർമാനും കൂടിയാണ്. എൻ്റെ ഓരോ കാര്യത്തിലും എനിക്ക് വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ ചില്ലറ കാര്യത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ചില്ലറ കാര്യത്തെയും സിജിയോടൊപ്പം തന്നെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹം നല്ല പോലെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വ്യക്തി നമ്മുടെ കീനോട്ട് സ്പീക്കറായിട്ടുള്ള നമ്മുടെ നവാസ് റഷീദ് സാഹിബാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. ആദ്യം നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള മുനീബ് സാഹിബിനെ ഈ മഹത്തായ ഈ ഒരു സംരംഭം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഈ എറിയ സംരംഭം നമ്മളെ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഔദ്യോഗികമായിട്ടൊരു ഉദ്ഘാടന സെഷൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മുനീബ് സാഹിബിനെ ക്ഷണിക്കുന്നു. ഓവർ ടു മിസ്റ്റർ മുനീബ്. അസ്സലാമു അലൈക്കും, നമസ്കാരം, വെരി ഗുഡ് ഈവനിങ്. പ്രവാസി മാറ്റർ ചില്ലറക്കാര്യത്തിൻ്റെ 2ാമത്തെ വെബിനാറാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാസം നല്ല ഒരു വെബിനാർ വേറൊരു സബ്ജക്റ്റിൽ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ് എന്നൊരു വിഷയത്തിൽ ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നല്ലൊരു പ്രസന്റർ ആയിരുന്നു. കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ പ്രഗത്ഭനായ ഒരാൾ വന്ന് പ്രസന്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പലരും പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞത് ഓർക്കുന്നു. എന്തായാലും അതിന്റെ 2ാമത്തെ സെഷനായിട്ട് വേറൊരു പ്രധാനമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ചില്ലറക്കാര്യം വരുന്നത്. തീർച്ചയായിട്ടും പലർക്കും യൂസ്ഫുൾ ആവും. ഒരുപാട് ആളുകൾ സൗദി അറേബ്യയിൽ ജോലി അന്വേഷിച്ച് വരികയും ജോലി അന്വേഷിച്ച് വരാൻ നിൽക്കുകയും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി മാറാനൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലർക്കും സൗദി അറേബ്യയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ സബ്ജക്ട് വളരെ റെലവെന്റ് ആണ്. വളരെ ആത്മീയ സമയത്താണ് എടുത്തിരിക്കുന്നത്. ചില്ലറക്കാര്യം ഈ വെബിനാർ നടത്തുന്നല്ലാതെ നേരത്തെ അബൂബക്കർ സാഹിബ് പറഞ്ഞതുപോലെ പ്രവാസികളുടെ സൗദിയിലായാലും അതുപോലുള്ള GCC കൺട്രീസിലെ സാധാരണക്കാരായ പ്രവാസികളുടെ വിവിധങ്ങളായ വിഷയങ്ങളെ പഠിച്ച് അതിന്റെ വിവിധങ്ങളായ വശങ്ങളെ പഠിച്ച് പരിഹാരങ്ങളുണ്ട് തേടിക്കൊണ്ട് അത് വളരെ ലളിതമായിട്ട് സാധാരണക്കാരിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി ഞാൻ സ്ഥിരമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് തുടങ്ങി, ചെറിയൊരു ഓഡിയൻസിൽ തുടങ്ങി, അത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അതിനെ കൂടുതൽ ഭംഗിയാക്കി കൂടുതൽ ആളുകളുടെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ഭംഗിയായിട്ട് പല നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നിലും ഭംഗിയായി അത് ഡെലിവർ ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഒരു അഭിനന്ദനീയമായ കാര്യമാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പാഷനും ഡെഡിക്കേഷനും എക്സംപ്ലറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി കരിയർ പാത്വേ എന്നുള്ളതാണ്. നമുക്കത് ടോപ്പിക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു റിസോഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രം തരികയാണ്. ഞാൻ സൗദി അറേബ്യയിൽ വരുന്നത് 2014 12 വർഷം മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് സൗദി അറേബ്യയിലെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രധാനമായും ഓയിൽ ബേസ്ഡ് ഇക്കോണമിയാണ്. എണ്ണ അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്കോണമി ആയിരുന്നു. ഏതാണ്ട് 85% സൗദി അറേബ്യയുടെ വരുമാനം എണ്ണ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ പെട്രോകെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാനും അങ്ങനെ ഒരു കമ്പനിയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് വന്നത്. അപ്പം പ്രധാനപ്പെട്ട ജോലികളൊക്കെ ഒന്നുകിൽ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയൊക്കെ ആയിരുന്നു അന്ന് പ്രധാനമായ കമ്പനികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അന്നത്തെ ഒരു അവസ്ഥ നമ്മുടെ ജോലി ഇടങ്ങളിൽ നമുക്ക് സാധാരണഗതിയിൽ സ്ത്രീകളെ കാണാൻ സാധിക്കില്ല. എക്സ്പാർട്സിന്റെ പാർട്ടിസിപ്പേഷൻ തന്നെ പലപ്പോഴും നോൺ സ്കിൽഡായ ജോബ്സ് അല്ലെങ്കിൽ സെമി സ്കിൽഡായ ജോബ്സുകളായിരുന്നു നമ്മുടെ ഏഷ്യൻ എക്സ്പാർട്സിന്റെ ഒക്കെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. ഉയർന്ന ജോലികളിലൊക്കെ നമ്മുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവായിരുന്നു. ജോലി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടമ്പയായിരുന്നു, വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. മിക്കവാറും ജോലി അന്വേഷിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനികളായി HR കയറി ഇറങ്ങി അവർക്ക് CV ഡ്രോപ്പ് ചെയ്ത് വിളി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് 2016 സൗദി വിഷൻ 2030 എന്ന് പറഞ്ഞ ഒരു വിഷൻ വരുന്നതും അതിനുശേഷം സൗദിയുടെ ഒരു ഇൻഡസ്ട്രി ലാൻഡ്സ്കേപ്പ് മാറുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. സൗദിയിലെ പുതിയ ഇൻഡസ്ട്രികളിലേക്ക്, എണ്ണ ഇതര ഇൻഡസ്ട്രികളിലേക്ക് ഒരുപാട് പൈസ പമ്പ് ചെയ്യപ്പെട്ടു. PIF എന്ന് പറഞ്ഞ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ വെൽത്ത് മാനേജ്മെന്റ് കമ്പനി വന്നു. സൗദി ഗവൺമെന്റിന്റെ വിവിധങ്ങളായ ഫണ്ട് വിവിധ ഇൻഡസ്ട്രി തുറകളിലേക്ക്, വിവിധ വ്യാവസായികമായ തുറകളിലേക്ക് ഒഴുകാൻ തുടങ്ങി.
അങ്ങനെയാണ് റിന്യൂവബിൾ എനർജി, അതായത് പിന്നെ സോളാർ, പിന്നെ വിൻഡ് എനർജി പോലുള്ള ഇൻഡസ്ട്രികളിലേക്ക് ഒരുപാട് കാശ് പമ്പ് ചെയ്യപ്പെട്ടു. പിന്നെ എണ്ണയോട് കൂടെ തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വിവിധങ്ങളായ പിന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് പ്രോജക്റ്റുകൾ പുതുതായിട്ട് വന്നു. റിന്യൂവബിൾ എനർജിയിൽ പിന്നെ കാര്യമായ പ്രോജക്റ്റുകൾ വന്നു. അതുപോലെ തന്നെ ടൂറിസത്തിൽ ഒരുപാട് പ്രോജക്റ്റുകൾ വന്നു. നമുക്കറിയാം ന്യൂയോമിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് സൗദി അറേബ്യയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കടമ്പയായിരുന്നു. ഉംറക്കും ഹജ്ജിനും അല്ലാതെ ആളുകൾ വരാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് സൗദി അറേബ്യ കാണാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ടൂറിസം പിന്നെ മേഖലയിൽ തന്നെ ഒരുപാട് ആളുകൾ വരിക, ഒരുപാട് ആളുകൾ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരുപാട് ഗിഗാ പ്രോജക്ട്സ് അനൗൺസ് ചെയ്യുകയുണ്ടായി. നിയോം പോലുള്ള അതുപോലുള്ള പിന്നെ നമ്മുടെ കിങ് സൽമാൻ പാർക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തു. ഒരുപാട് ആളുകളെ എംപ്ലോയ് ചെയ്യപ്പെട്ടു. ചില പ്രോജക്റ്റുകളൊക്കെ സ്ലോ ആയിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മുടെ വേൾഡ് കപ്പ് 2034 അതുപോലെ എക്സ്പോ 2030 പോലുള്ള പുതിയ പ്രോജക്റ്റുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില മാറ്റത്തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കൺസ്ട്രക്ഷൻ മേഖലയും ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് വന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഫോക്കസ് കിട്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് മൈനിങ്. മാദൻ പോലുള്ള കമ്പനികൾ, ഞാൻ വരുന്ന സമയത്തൊക്കെ മാദൻ ഒരു അത്ര വലിയ കമ്പനി ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ $60 ബില്യൺ മതിപ്പുള്ള കമ്പനിയാണ് മാദൻ. ഒരുപാട് മൈനിങ് മേഖലയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നു. ലോജിസ്റ്റിക്സിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സും അതുപോലുള്ള ജോലി സാധ്യതകൾ വന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ 10 വർഷം മുമ്പ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലായിരുന്നു റിയാദിലൊക്കെ. ഇപ്പോൾ അവിടെ മെട്രോ വന്നു, ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ വന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ സുഗമമായി. അപ്പോൾ ആ രീതിയിൽ അവിടെ പിന്നെ പണത്തിന്റെ ഒഴുക്കും ജോലി സാധ്യതകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി വരുന്നു, കാർ കമ്പനികൾ വരുന്നു, കാർ മാനുഫാക്ചറിംഗ് കമ്പനി സിയർ പോലുള്ള കമ്പനികൾ വരുന്നു. ഹെൽത്ത് കെയറിലും അതുപോലുള്ള ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നമുക്കറിയാം സുലൈമാൻ ഹബീബ് പോലുള്ള അൽഫഗി പോലുള്ള ഹോസ്പിറ്റൽ ചെയിനുകൾ വ്യാപകമായി. ഹെൽത്ത് കെയറിൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രികൾ വന്നു തുടങ്ങി. ടെക്നോളജിയിൽ പിന്നെ IT ഇൻഡസ്ട്രിയിലും അതുപോലെ IT ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഒരുപാട് കമ്പനികൾ പുതുതായിട്ട് വന്നു. പിന്നെ നമ്മുടെ ഹ്യൂമൈൻ AI അതുപോലെ അലാത്ത് പോലുള്ള ഭീമൻ കമ്പനികൾ. $100 ബില്യൺ അലാത്തിന് വേണ്ടി സൗദി ഗവൺമെന്റ് നീക്കി വെച്ചിരിക്കുന്നത്. IT ഇൻഫ്രാസ്ട്രക്ചറും അതുപോലുള്ള ന്യൂ ഏജ് ഇൻഡസ്ട്രീസ്, അതായത് പിന്നെ ഡ്രോൺ ഇൻഡസ്ട്രീസ്, റോബോട്ടിക്സ് പോലുള്ള കമ്പനികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് $100 ബില്യൺ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഒരുപാട് ജോലി സാധ്യതകൾ വരുന്നുണ്ട്. ജോലി സാധ്യതകൾ ഓൾറെഡി തുറക്കപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ലെനോവോയുടെ മാനുഫാക്ചറിംഗ് ഫാക്ടറി ഇവിടെ വരുന്നതായിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്സ് മേഖലകളിലും മാനുഫാക്ചറിംഗിലും ഒക്കെ ഒരുപാട് സാധ്യതകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വേറൊരു കാര്യം, വിസ റിഫോംസ് വന്നു. മുമ്പ് സൗദി അറേബ്യക്ക് വരിക എന്ന് പറഞ്ഞ് വിസിറ്റ് വിസയിൽ പോലും വരിക എന്നുള്ള പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടിയ കാര്യമായിരുന്നു. അതിനുശേഷം നമുക്കറിയാം സൗദി വിഷൻ 2030 ശേഷം ഒരുപാട് പ്രോജക്റ്റുകൾ വന്നവിടെ ഒരുപാട് ആളുകൾ, യുവാക്കൾ, അഭ്യസ്തവിദ്യരായ യുവാക്കൾ സൗദിയിലേക്ക് വരികയും ഇവിടെ ജോലി അന്വേഷിക്കാൻ വരികയും അവർക്കൊക്കെ നല്ല നല്ല ജോലികൾ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ആളുകൾക്ക് സുഗമമായി സൗദിയിലേക്ക് വരാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്കറിയാം വിമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. എക്സ്പയർസ് ആയിട്ടുള്ള അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് നല്ല ജോലികൾ കിട്ടാൻ ഒരു 2022 കാലത്ത് 2022-23 കാലത്തൊക്കെ സൗദിയിലേക്ക് ഒരു കുത്തൊഴുക്കായിരുന്നു. നമുക്കറിയാം ഈവൻ ഖത്തറിൽ നിന്നും UAE-യിൽ നിന്നൊക്കെ പോലും ഒരുപാട് ആളുകൾ അവിടുന്ന് ജോലി നഷ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ റിയാദിലേക്കും അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ സൗദിയിലേക്ക് ചേക്കേറി നമുക്ക് കാണാൻ കഴിയുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് കുറെ സുതാര്യമായി, പണ്ടത്തേൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ പ്രൊഫഷണലായി റിക്രൂട്ട്മെന്റ് സിസ്റ്റംസ് വന്നു. പിന്നെ സ്കില്ലിന്റെ ഗ്യാപ്പ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടിത്തുടങ്ങി. ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ നല്ല മാറ്റങ്ങൾ സൗദിയിൽ വരികയും അതുകൊണ്ട് തന്നെ സൗദി ജോബ് മാർക്കറ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ട് ആളുകൾ കാണുകയും കൂടുതൽ ആളുകൾക്ക് സമ്പാദിക്കാനുള്ള അവസ്ഥയും ഉണ്ടായി. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ സൗദിയിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ നല്ല സ്കില്ലുള്ള, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നല്ല ലാംഗ്വേജ് സ്കില്ലുള്ള ആളുകൾക്കാണ് കൂടുതൽ നല്ല അവസരങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പിന്നെ അത്രത്തോളം സ്കില്ലില്ലാത്ത ആളുകൾ തഴയപ്പെടുകയും അവർക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സെഷന്റെ ഒരു പിന്നെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സൗദി ജോലി കിട്ടുക എന്നുള്ളത് എങ്ങനെ എളുപ്പമാക്കാം, എങ്ങനെയുള്ള സ്കിൽസ് ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ ഇന്നത്തെ സെഷനിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും നല്ല ലാംഗ്വേജ് സ്കില്ലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല കോമ്പിറ്റൻസിയും റൈറ്റ് ലെവൽ ഓഫ് പിന്നെ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സൗദിയിൽ നല്ല ജോലിയൊക്കെ കിട്ടുക. സൗദിയല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൗദിയുടെ പ്രത്യേക അവസ്ഥ മനസ്സിലാക്കി ഇവിടെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, ഇവിടുത്തെ ജോലി, ഇവിടുത്തെ മാറുന്ന ഇൻഡസ്ട്രിക്ക് ആവശ്യമായ സ്കിൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജോബും സ്കിൽസ് ഷാർപ്പൻ ചെയ്തിട്ടാണ് നമ്മൾ വരേണ്ടത്. അത് പുതിയ ജോലി കണ്ടെത്തുന്ന കാര്യത്തിൽ മാത്രമല്ല, ഓൾറെഡി ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പുതിയ ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ കരിയർ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങളെ കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ അപ്സ്കിൽ ചെയ്തുകൊണ്ട്
നമ്മളുടെ നന്നായി നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കി സ്കിൽ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും സൗദി അറേബ്യയിൽ നല്ല ഒരു ഭാവിയുണ്ട്, നല്ലൊരു കരിയർ ഭാവിയുണ്ട്. അത് തീർച്ചയായും ഉപയോഗപ്പെടുത്തണം. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇന്നത്തെ സെഷനിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സിജി നേരത്തെ അബൂബക്കർ സാഹിബ് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സിന് അല്ലെങ്കിൽ ആളുകൾക്ക് സ്കിൽ ഇംപ്രൂവ്മെന്റിലേക്കുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ആ രീതിയിലും ചില്ലറ കാര്യത്തിന്റെ അബൂബക്കർ സാഹിബ് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ്സ് പോലെ തന്നെ മറ്റുള്ള ഇനിഷ്യേറ്റീവ്സിലും സിജിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടുവന്നില്ല. നമുക്ക് വളരെ നല്ല റിസോഴ്സ് ഉണ്ട്. റിസോഴ്സിനെ അബൂബക്കർ സാഹിബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഈ സബ്ജക്ട് കൈകാര്യം ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാണ് റിയാദിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അദ്ദേഹം നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. അഭിമാനപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ബാക്ക് ടു യു അബൂബക്കർ സാഹിബ്. ഓവർ ടു മിസ്റ്റർ അമീർ. Thank you so much. Okay, hope you can hear me, right? Yes, clear. Okay, perfect. Okay, cool. So ഇതൊരു ചില്ലറ കാര്യമല്ലെന്ന് മനസ്സിലായി. So I just joined. The people who have joined this session, let me tell you, Muneeb or Navaska, they are one of the most expensive resources in this country. Okay, so when we speak about resources, we always say that how expensive they are. Look at the session, look at the experience, look at the knowledge, look at the content, look at the preparation they have made for this session. Okay, so even if you go and attend one of the best webinar, you may not get all this content. Okay, people may deliver, but you may not get it from their heart. So today, what you got is like, എനിക്കും കുറച്ച് നാണക്കേടായി പോയി. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നവാസ്ക വാസ് ആക്ച്വലി ഗോയിങ് ത്രൂ ദിസ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ലിങ്ക്ഡിൻ ഒക്കെ കാണിക്കുമ്പോൾ ഞാനും പോയി നോക്കിയപ്പം ഇറ്റ്സ് എൻ അഗ്ലി ഫോട്ടോ. There is no proper, it's absolutely, a crappy one, because I never searched for a job. I only worked for 2 companies in my life. I did not attend many interviews in my life. So the career has been grown. So the people who have joined here, I just wanted to tell you only one thing, okay? Look at your resume every 3 months. Every 3 months, look at your resume and make sure that it is updated, okay? It is not updated by the font or anything like that. Make sure that it is updated with one or the other skill. The skill is the only thing which is going to help you. Okay. Now, we always say that we have a competition. There is nothing called competition. The competition is yours. Okay. Competition is your own skill is your competition. So today with the AI world, no company is going to replace you with an AI agent, right? So companies are going to build a hybrid work culture. So that means they are going to build a AI agent with the skills what you have. So in that situation, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. ഓക്കെ, സോ make sure that you compete with yourself, you compete with your own skills, and then smash your world. The guys who are going to start the career, all the best. The guys who are stuck on the midterm career, 2 hours every day, make sure that you are actually investing on yourself. The people like me who are at the fag end of the career, look for something different. Okay, so only one thing which I want to say, I want to give from Navaska session, well, I have learned a lot of things. It was an eye opener for me. Even I'm going to work on a lot of things on my skills and my outlook, how I'm going to present to the people. So thank you so much, Namaskar, for this wonderful, superb session. I hope that it will be definitely useful for everyone. And Muneeb is one of the valuable resource in the country. Muneeb is one of the great mentor. Muneeb has a lot of experience by himself. So look at Muneeb. Muneeb never came to Saudi Arabia on his early career. He has spent enough time in India. He worked more than 15 years or 12-13 years in India, and then he moved to Saudi Arabia. So he has that hybrid experience. So he's a great mentor to have. Then the coordinator, the organizer, the orchestrator, the founder, the founder of the Stilar Karim, Abu Karka, you are doing a great job. You are doing an extremely great job for this society. You're giving a lot of information. You are actually setting up a platform for the people to look into. So what you're doing is an extremely great job. So thank you so much, and thank you so much everyone who joined the call. And then thank you Abu Karka for giving me a chance to close the session. It's a wonderful session. Thank you. You are most welcome, and thank you, Mr. Amir.
വൺസ് അഗൈൻ മിസ്റ്റർ അമീർ, നമ്മുടെ സിജിയുടെ ഓരോ മാസം തോറും നടന്നു വരുന്ന CLP എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാ മാസവും നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിലാണ് നമ്മുടെ ഈ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ല് അതേപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാനൊക്കെ അതിൽ 2 വർഷം മുമ്പാണ് കയറിയതിന്റെ ശേഷം ഈ അമീർ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അമീർ ഖാൻ അതിന്റെ ഒരു ഇവാലുവേറ്റർ ആണ്, ഒരു കൊടികുത്തിയ ഇവാലുവേറ്റർ ആണ് പുള്ളിക്കാരൻ. മിക്കവാറും സെഷനിലൊക്കെ പുള്ളി ലാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് അത് അടുത്ത ലെവലിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കുറിച്ച് വ്യക്തമായിട്ട് ഒരു ഐഡിയ കിട്ടുക.